SIR കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഒട്ടേറെ പേർ ഇതിനോടകം തന്നെ പട്ടികയിൽ നിന്ന് പുറത്തായിട്ടുണ്ട് എന്നതിന്റെ വാർത്തകൾ വരികയാണ്. കേരളം ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളിൽ കൂടാതെ ആൻഡമാൻ നിക്കോബാർ എന്നിവിടങ്ങളിലാണ് ഇന്ന് SIR കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിൽ നിന്ന് വരുന്ന വാർത്ത SIR കരട് പട്ടികയിൽ നിന്ന് 98,344 പേർ പുറത്തായിരിക്കുന്നു എന്നതാണ്. കണ്ടെത്താനാകാത്തവരുടെ പട്ടികയിൽ 73,766 പേരാണുള്ളത്. കരട് പട്ടികയുമായി ബന്ധപ്പെട്ട പരാതികൾ RDOയെ അറിയിക്കാം. നമ്മുടെ ജില്ലയിൽ ആകെ 10,47,976 വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 10,47,976 വോട്ടർമാർ. അതിൽ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ ഭാഗമായിട്ട് ആബ്സെൻറ്റി ഷിഫ്റ്റ് ഡെത്ത് കേസുകളുടെ വെരിഫിക്കേഷന് ശേഷം നമുക്കിപ്പോൾ ഉള്ളത് 9,49,632 വോട്ടർമാരാണ് ഉള്ളത്. ഇതിൽ നിന്നും അപ്പം ഈ ആബ്സെൻറ്റി ഷിഫ്റ്റ് ഡെത്ത് എന്ന രീതിയിൽ ഒരു 98,344 കേസുകൾ ഒഴിവായി പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കണക്ക് പറയുകയാണെങ്കിൽ സ്ത്രീകൾ 4,53,812, പുരുഷന്മാർ 4,90,95,814, തേർഡ് ജെൻഡർ 6. അങ്ങനെയാണ് നമുക്ക് 9,49,632 വോട്ടർമാരാണ് നമുക്ക് ജില്ലയിലുള്ളത്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, ഏതാണ്ട് 1,00,000-ലേറെ അല്ലെങ്കിൽ 1,00,000-ഓളം എന്ന് പറയാമെന്ന് തോന്നുന്നു പത്തനംതിട്ട ജില്ലയിൽ നിന്ന് പുറത്തായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താണ് അതിൻ്റെ അടുത്ത നടപടികൾ? പരാതികളുണ്ടെങ്കിൽ അത് RDOയെ അറിയിക്കണമെന്ന് പറയുന്നു. ഇപ്പോൾ അത്തരത്തിലൊരു ആശങ്കയൊക്കെയാണോ പൊതുവെ പട്ടികയിൽ നിന്ന് പുറത്തായവർക്കുള്ളത്? അനുജ, തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ തുടക്കം മുതൽ തന്നെ വലിയ തരത്തിലുള്ള ആശങ്കകളും അവ്യക്തതകളും ഒക്കെ നിലനിന്നിരുന്നു. അത് ചീഫ് ഇലക്ടറൽ ഓഫീസർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തര വാർത്താ സമ്മേളനം വയ്ക്കുകയും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല, ഒരാൾ പോലും ഒഴിവാകുകയും ഇല്ല എന്നൊക്കെ ചീഫ് ഇലക്ടറൽ ഓഫീസർ ഡോക്ടർ രത്തൻ യു കേൽക്കർ പറയുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ അതിന് പിന്നാലെ ഇപ്പോൾ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ കരട് പട്ടിക പ്രസിദ്ധീകരിച്ചപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ നിന്ന് 98,344 പേര് ഒഴിവാക്കപ്പെട്ടു. കണ്ടെത്താനാവാത്ത പട്ടികയിൽ 73,766 പേർ കൂടിയുണ്ട്. അപ്പോൾ ഇവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണവും നടത്തി വരികയാണ് എന്നൊരു കാര്യമാണ് പത്തനംതിട്ട ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണ അല്പസമയം മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. ഇതിൽ എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മരിച്ചുപോയവർ, ജില്ലയിൽ നിന്ന് മാറിപ്പോയവർ, അങ്ങനെയുള്ള എല്ലാവരുടെയും കണക്കുകൾ ഉൾപ്പെടുത്തിയാണ് ഈ ജില്ലയിൽ നിന്ന് 98,344 പേര് ഒഴിവാക്കപ്പെട്ടു എന്നൊരു കാര്യം ജില്ലാ കളക്ടർ അറിയിച്ചത്. കണ്ടെത്താനാവാത്ത പട്ടികയിലാണ് 73,766 പേരുള്ളത്. മൊത്തത്തിൽ ജില്ലയിൽ 10 ലക്ഷത്തിൽ പരം ആളുകൾ വോട്ടർമാരായിട്ടുണ്ട്. അതിൽ നിലവിൽ 9 ലക്ഷത്തിൽ പരം ആളുകൾ മാത്രമാണ് ഈ കരട് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി കണ്ടെത്താനുള്ള ആളുകളെ അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് തന്നെ കണ്ടെത്താൻ വേണ്ടിയുള്ള ക്രമീകരണം ചെയ്യും എന്നുള്ള കാര്യങ്ങൾ കൂടി അറിയിച്ചിട്ടുണ്ട്. വോട്ടർ എന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ ഫെബ്രുവരി മാസം 21 വരെ സമയം കൊടുത്തിട്ടുണ്ട്. ഈ ഒഴിവാക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള പരാതി ഉണ്ടെങ്കിൽ അത് RDOയെ അറിയിക്കാം എന്നുള്ള കാര്യവും ജില്ലാ കളക്ടർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചിട്ടുണ്ട്. 98,344 പേരാണ് പത്തനംതിട്ട ജില്ലയിൽ SIR കരട് പട്ടികയിൽ നിന്ന് പുറത്തായത്. 73,000-ലേറെ പേരാണ് കണ്ടെത്താൻ കഴിയാത്തവർ എന്ന പട്ടികയിലുള്ളത്. പരാതികളുള്ളവർ RDOയെ സമീപിക്കുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.